നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഫാൾട്ട നിയോജക മണ്ഡലത്തെക്കുറിച്ച് ഓർമ്മയില്ലേ? പശ്ചിമ ബംഗാളിൽ ആകെയുള്ളത് 294 നിയമസഭാ മണ്ഡലങ്ങളാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലപ്രഖ്യാപനമുണ്ടായത് 293 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് മാത്രമാണ്. ഒരു മണ്ഡലത്തിൽ റീപോളിംഗ് പ്രഖ്യാപിച്ചിരുന്നു. അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ ഈ ബൂത്തുകളിലെല്ലാം വളരെ വ്യാപകമായി ടേപ്പ് ഉപയോഗിച്ച് BJPയുടെ ചിഹ്നത്തിനു നേരെയുള്ള ബട്ടണിലുമെല്ലാം ടേപ്പ് ഉപയോഗിച്ച് മറച്ചതിൻ്റെ ഭാഗമായി പോളിംഗ് അട്ടിമറിക്കപ്പെട്ടു. ഇതിൽ BJPയുടെ പരാതി ഉയർന്നു. ആ പരാതി പരിശോധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു. അങ്ങനെയാണ് ആ നിയോജക മണ്ഡലത്തിലെ 285 ബൂത്തുകളിലും റീപോളിംഗ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ റീപോളിംഗ് ഈ കഴിഞ്ഞ 21-ാം തീയതിയാണ് നടന്നത്. ഇന്ന് അവിടെ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ ഈ പറയുന്ന കുപ്രസിദ്ധമായ ഫാൾട്ട നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മമതാ ബാനർജിയുടെ മരുമകൻ അഭിഷേക് ബാനർജി നടത്തിയ ഒരു വിവാദ പ്രസ്താവനയുണ്ട്. അതായത് നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണല്ലോ. തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് മെയ് 4-ാം തീയതി റിസൾട്ട് വരും. ആ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഈ ഫാൾട്ട നിയോജക മണ്ഡലത്തിൽ ഒട്ടനവധി BJP പ്രവർത്തകർക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെയും മൃതദേഹം സംസ്കരിക്കാൻ നമുക്കിവിടെ ഒരു ഇലക്ട്രിക് ശ്മശാനം ഒരുക്കണം. കാരണം അത്രമാത്രം ആളുകൾ ഉണ്ടാകും. അവരെയൊക്കെ ഭംഗിയായി നമുക്ക് പറഞ്ഞയക്കണം. അങ്ങനെ BJP പ്രവർത്തകർക്ക് ഇലക്ട്രിക് ശ്മശാനം അടക്കം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനത്തോടുകൂടി അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നാൽ നിന്നെയൊക്കെ കൊന്നുകളയുമെന്ന് പച്ചയ്ക്ക് പരസ്യമായി ഭീഷണി മുഴക്കിയ, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഭീഷണി മുഴക്കിയ ഒരു മണ്ഡലമാണത്. തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വലിയ അട്ടിമറിയാണ് BJP കണ്ടെത്തിയത്. സമയത്തിന് പരാതി നൽകിയത് കാരണം അവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലുണ്ടാവുകയും റീപോളിംഗ് പ്രഖ്യാപിക്കുകയും ചെയ്തു. റീപോളിംഗിലും 87% പോളിംഗ് നടന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ ആ മണ്ഡലത്തിൽ ഇന്നിപ്പോൾ വോട്ടെണ്ണൽ നടക്കുകയാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ആകെ 21 റൗണ്ടുകളുള്ളതിൽ 18ഓളം റൗണ്ടുകൾ പൂർത്തിയായി കഴിഞ്ഞു. BJP സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 91,889 വോട്ടുകളാണ്. അധികം വൈകാതെ ആ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് അവസാനിക്കും. എന്നാൽ വോട്ടെണ്ണൽ അവസാനിക്കുന്നത് കാത്തു നിൽക്കാതെ വലിയ ആഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് BJP. ഈ മണ്ഡലം തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ മമതാ ബാനർജിയുടെ മരുമകൻ അഭിഷേക് ബാനർജി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ പറയുന്ന ഫാൾട്ട നിയോജക മണ്ഡലം ഉൾക്കൊള്ളുന്ന ഡയമണ്ട് ഹാർബർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. ഡയമണ്ട് ഹാർബർ ലോക്സഭാ മണ്ഡലത്തിൽ അഭിഷേക് ബാനർജിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ BJP ഇത്തരത്തിൽ പാർട്ടി ചിഹ്നത്തിനു നേരെ ടേപ്പ് ഒട്ടിച്ച് തൃണമൂൽ കോൺഗ്രസ് അട്ടിമറി നടത്തുകയാണ് എന്ന ആരോപണവും പരാതിയുമെല്ലാം ഉന്നയിച്ചിരുന്നതാണ്. ഇത്തവണ BJP അതിൽ കൃത്യമായ നിരീക്ഷണം ശക്തമാക്കുകയും തുടക്കത്തിൽ തന്നെ ഈ അട്ടിമറി കണ്ടെത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ വന്നതും അവിടെ റീപോളിംഗ് പ്രഖ്യാപിച്ചതും. വലിയ പ്രശ്നമൊന്നുമില്ലാതെ, വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളൊന്നുമില്ലാതെ 285 ബൂത്തുകളിലേക്കും റീപോളിംഗ് നടന്നു. സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ റീപോളിംഗ് നടന്നത് എന്നോർക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസം ഉണ്ടായത് ഈ റീപോളിംഗിന് ഏതാനും മണിക്കൂറുകൾ ശേഷിക്കെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കുപ്രസിദ്ധനായ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ മത്സരത്തിൽ നിന്നും പിന്മാറി എന്നുള്ളതാണ്. ഒട്ടനവധി ക്രിമിനൽ കേസുകളും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഈ പറയുന്ന ജഹാംഗീർ ഖാൻ. ജഹാംഗീർ ഖാനെതിരെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നു എന്നതിൻ്റെ പേരിൽ ഒട്ടനവധി പരാതികളുമുണ്ട്, കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീനിലടക്കം കൃത്രിമം കാട്ടാനും അതോടൊപ്പം തന്നെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി വീട്ടിലിരുത്തിക്കാനും ഒക്കെയുള്ള ശ്രമം നടന്നിരുന്നു. റീപോളിംഗിൽ പക്ഷേ അതൊന്നും നടന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് മമത ഭരണത്തിൽ നിന്നും താഴെ ഇറങ്ങി എന്നുള്ളതാണ്. BJP സർക്കാർ അധികാരത്തിൽ വന്നു. കേന്ദ്ര സേനയുടെ വലിയ സുരക്ഷിതത്വത്തിലാണ് അവിടെ റീപോളിംഗ് നടന്നത്. റീപോളിംഗിന് ശേഷം BJPക്ക് അനുകൂലമായ ജനവിധിയാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇപ്പോൾ തന്നെ 91,000 കടന്നിരിക്കുന്നു അവിടുത്തെ BJP സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം. 2ാം സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും 3ാം സ്ഥാനത്ത് കോൺഗ്രസുമാണ്. ജഹാംഗീർ ഖാൻ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 207 സീറ്റുകൾ നേടിയാണ് BJP അധികാരത്തിലെത്തിയത്.
80 സീറ്റുകളിലേക്ക് മമതാ ബാനർജി ചുരുങ്ങി. സുവേന്ദു അധികാരി മത്സരിച്ചത് 2 മണ്ഡലങ്ങളിലാണ്. രണ്ടിടത്തും അദ്ദേഹം വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ പരമ്പരാഗത മണ്ഡലമായ നന്ദിഗ്രാമിലും മമതാ ബാനർജിയെ പാഠം പഠിപ്പിക്കാൻ മമതാ ബാനർജിയുടെ ശക്തി കേന്ദ്രമായ ഭവാനിപ്പൂരിലും അദ്ദേഹം മത്സരിച്ചു. രണ്ടിടത്തും സ്വപ്ന തുല്യമായ വിജയമാണ് നേടിയത്. 9,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരിക്ക് ഉണ്ടായിരുന്നതെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ ഭവാനിപ്പൂർ മണ്ഡലത്തിൽ സാക്ഷാൽ മമതാ ബാനർജിക്കെതിരെ അദ്ദേഹം നേടിയത് 15,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. ഭവാനിപ്പൂരിലെ തിളങ്ങുന്ന വിജയം, അട്ടിമറി വിജയത്തിന് തൃണമൂൽ കോൺഗ്രസ് പ്രതികാരം ചെയ്യുകയും ചെയ്തു. ആ പ്രതികാരം ക്രൂരമായ ഒരു കൊലപാതകത്തിലൂടെയായിരുന്നു. സുവേന്ദു അധികാരിയുടെ ഏറ്റവും അടുപ്പക്കാരനായ പേഴ്സണൽ സെക്രട്ടറി ചന്ദ്രനാഥിനെ അജ്ഞാത സംഘം ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 2-ാം ദിവസം വെടിവെച്ചു കൊന്നു. എന്തായാലും ആ കേസിലടക്കം അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇങ്ങനെ 2 മണ്ഡലങ്ങളിൽ വിജയിച്ച സുവേന്ദു അധികാരിക്ക് ഒരു മണ്ഡലം ഉപേക്ഷിക്കേണ്ടി വരും. അതോടുകൂടി BJPയുടെ സീറ്റ് നില 207-ൽ നിന്നും 206-ലേക്ക് ചുരുങ്ങിയിരുന്നു. ഇപ്പോഴിതാ ഈ ഫാൾട്ട മണ്ഡലത്തിൽ വലിയ വിജയം നേടുന്നതോടുകൂടി BJPയുടെ അംഗസംഖ്യ വീണ്ടും 207-ലേക്ക് ഉയരുകയാണ്. നന്ദിഗ്രാമിൽ ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. സുവേന്ദു അധികാരിയുടെ കോട്ടയാണ് നന്ദിഗ്രാം. തീർച്ചയായും അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരും ദിവസങ്ങളിൽ നടക്കും. അതും ഒരുപക്ഷെ BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ സീറ്റ് നില 28-ലേക്ക് മാറും. വരും വർഷങ്ങളിൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ച് തിരിച്ചു വരുമെന്നാണ് മമതാ ബാനർജി അവകാശപ്പെടുന്നത്. പക്ഷേ ഇനി ഒരു തിരിച്ചുവരവ് അത്ര എളുപ്പമല്ല എന്ന് മമതാ ബാനർജിക്ക് തന്നെ ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കാരണം അതുകൊണ്ടാണ് അവർ BJPക്കെതിരെ വിശാല പ്രതിപക്ഷമുണ്ടാക്കാം എന്ന ഒരു നീക്കവുമായി CPMനെയും കോൺഗ്രസിനെയും സമീപിച്ചത്. എന്നാൽ BJPക്ക് സംസ്ഥാനത്ത് വളരാനുള്ള അവസരമൊരുക്കിയത് മമതാ ബാനർജിയാണ് എന്ന് CPM നിലപാടെടുത്തു. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയുമായി ഇപ്പോഴൊന്നും ഇനിയൊരു രാഷ്ട്രീയ സഖ്യം വേണ്ട എന്ന് CPM തീരുമാനിച്ചു. ഇക്കാര്യത്തിൽ സമാനമായ തീരുമാനം തന്നെ കോൺഗ്രസും കൈക്കൊണ്ടു. അതോടുകൂടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും മമതാ ബാനർജി ഒറ്റപ്പെട്ടു. BJPക്കെതിരെ ശക്തമായ വിശാല പ്രതിപക്ഷ സഖ്യമെന്ന മോഹം അതോടുകൂടി പൊലിഞ്ഞു. കാരണം 2 പാർട്ടികളും കൈവിടാൻ മറ്റ് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഇവർ 3 പേരും അഖിലേന്ത്യാ തലത്തിൽ ഒരേ മുന്നണിയിലുള്ളവരാണ്. ഇടതു പാർട്ടികളും കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസുമെല്ലാം ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണ്. എന്നാൽ കോൺഗ്രസിനെയും CPIMനെയും ഒന്നും ബംഗാളിൽ മമതാ ബാനർജി അടുപ്പിക്കില്ല. കഴിഞ്ഞ 15 കൊല്ലത്തെ ദുർഭരണമാണ് മമതാ ബാനർജിയെ താഴെ ഇറക്കിയത് എന്ന് വ്യക്തം. 2011-ൽ 34 വർഷം നീണ്ടുനിന്ന ഇടതുമുന്നണിയുടെ ഭരണം അവസാനിപ്പിച്ചാണ് മമതാ ബാനർജി ബംഗാളിൻ്റെ അധികാരത്തിലേക്ക് എത്തിയത്. എന്നാൽ അടുത്ത 15 വർഷം അവർ ഒരു ഏകാധിപതിയായി മാറുകയായിരുന്നു. ന്യൂനപക്ഷ പ്രീണനം, അവർ വല്ലാത്ത ന്യൂനപക്ഷ പ്രീണനം നടത്തി. ബംഗ്ലാദേശിൻ്റെ വിഘടനവാദ സമവാക്യങ്ങളോട് യോജിക്കുന്ന രീതിയിൽ രാഷ്ട്രവിരുദ്ധമായ നിലപാടെടുത്തു. ഇതെല്ലാം ജനങ്ങളെ മടുപ്പിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. ബംഗാളിലെ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ച് ദേശീയതയോട് അടുത്തു നിൽക്കുന്ന രാഷ്ട്രീയ പ്രചരണം നടത്തിയ BJPക്ക് ജനങ്ങൾ വലിയ നേട്ടം നൽകുകയായിരുന്നു. മമതാ ബാനർജിയുടെ ഈ ന്യൂനപക്ഷ പ്രീണനം ഭൂരിപക്ഷ സമുദായങ്ങളെ മുഴുവൻ നേരെ BJPയിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനപിന്തുണയിൽ ഏറെ പിന്നാക്കം പോയിരിക്കുന്നു മമതാ ബാനർജി. അത് വീണ്ടെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. 34 വർഷം സംസ്ഥാനം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണത് 2011-ലാണ്. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ നിന്നും എണീക്കാൻ സാധിച്ചിട്ടില്ല. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 0 സീറ്റുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടിയത്. ഇപ്പോൾ 1-2 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പോലും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഇനി എന്നെങ്കിലും തിരിച്ചു വരുമെന്ന ഒരു സൂചന പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകുന്നില്ല. മമതാ ബാനർജിക്കും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നു. ഇനി BJPയുടെ കാലമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മമതാ ബാനർജിയുടെ കോട്ടയായ ഫാൾട്ട പോലും ഇപ്പോൾ BJPക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. BJPയുടെ വികസന രാഷ്ട്രീയത്തോട് ജനങ്ങൾ അവിടെ വല്ലാതെ കൈകൊടുക്കുന്നു എന്നാണ് BJP പറയുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഏറ്റവും അവസാനം, അതായത് റീപോളിങ്ങിലൂടെ ഏറ്റവും അവസാനം തിരഞ്ഞെടുപ്പ് നടന്ന ആ നിയോജക മണ്ഡലത്തിൽ 1,00,000-നോടടുത്ത ഭൂരിപക്ഷമാണ് BJP സ്ഥാനാർത്ഥി നേടാൻ പോകുന്നത്. മമതാ ബാനർജിയുടെ രാജ്യവിരുദ്ധ ദേശീയതാ വിരുദ്ധമായ നയങ്ങളെല്ലാം ബംഗാൾ സർക്കാർ ഇപ്പോൾ തിരുത്തി കുറിക്കുകയാണ്.
അതിർത്തികൾ സുരക്ഷിതമാക്കാനായി BSFന് ഭൂമി കൈമാറുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ സുവേന്ദു അധികാരി സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു. രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് 5 ലക്ഷം രൂപയുടെ പ്രതിവർഷ ചികിത്സാ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ബംഗാളിൽ മമത ഇതുവരെ നടപ്പിലാക്കിയിരുന്നില്ല. IPCക്ക് പകരമുള്ള ഭാരതീയ ന്യായ സംഹിതയും സെൻസസുമൊന്നും മമത നടപ്പിലാക്കാതെ പിടിച്ചുവെച്ചു. ഈ പദ്ധതികളെല്ലാം ഇപ്പോൾ സുവേന്ദു അധികാരി സർക്കാർ നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇത്തരം പരിഷ്കാരങ്ങളോടും സുവേന്ദു അധികാരി സർക്കാരിൻ്റെ നയങ്ങളോടും ബംഗാളിലെ ജനങ്ങൾ വരും വർഷങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും മമതാ ബാനർജിയുടെ തിരിച്ചു വരാനുള്ള സാധ്യത. എന്തായാലും ഈ അടുത്ത കാലത്തെങ്ങും വീണിടത്ത് നിന്നും എണീക്കാൻ കഴിയാത്ത വീഴ്ചയാണ് മമതാ ബാനർജിക്ക് ബംഗാളിൽ സംഭവിച്ചത്. ഏറ്റവും ഒടുവിലായി മരുമകൻ്റെ ശക്തി കേന്ദ്രമായ ഫാൾട്ട മണ്ഡലവും BJP പിടിച്ചെടുക്കുകയാണ്. കൺമുന്നിൽ കോട്ടകൊത്തളങ്ങളെല്ലാം തകർന്നടിയുന്നത് കണ്ട് മമതാ ബാനർജിയും സംഘവും നിശബ്ദരായി ബംഗാൾ രാഷ്ട്രീയത്തിൽ കാഴ്ചക്കാരെ പോലെ നിൽക്കുന്നു.